ഇടുക്കി കഞ്ഞിക്കുഴി സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിൽ വയോധികയായ രോഗിക്ക് അവഗണനയെന്ന് പരാതി. പാലിയേറ്റീവ് പരിചരണം ആവശ്യമായ 81 വയസ്സുകാരിക്ക് മണിക്കൂറുകളോളം ആംബുലൻസിൽ കഴിയേണ്ടി വന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ ഇടപെട്ടിട്ടും രോഗിയെ മെഡിക്കൽ ഓഫീസർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചില്ലെന്നും ആരോപണമുണ്ട്. കാലിന് പരിക്കേറ്റ കഞ്ഞിക്കുഴി സ്വദേശി മേരിക്കുട്ടി സെബാസ്റ്റ്യനാണ് അവഗണന നേരിട്ടത്. ഇവർക്ക് പാലിയേറ്റീവ് പരിചരണം മാത്രമാണ് പരിഹാരമെന്ന് ഇടുക്കി, കോട്ടയം, കളമശ്ശേരി മെഡിക്കൽ കോളേജുകളിലെ ഡോക്ടർമാർ പറഞ്ഞിരുന്നു. വേറെ നിലവിലൊരു ചികിത്സ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം കാലിൻ്റെ മുട്ടിൻ്റെ താഴേക്കുള്ള ഒരു പരിക്കാണ് അമ്മയ്ക്കുള്ളത്. അതിന് വേറെ ചികിത്സയോ കാര്യങ്ങളോ നിലവിലില്ല. അതിന് ചെറിയൊരു പാലിയേറ്റീവ് കെയറിൻ്റെ ഒരു രീതിയിൽ ഉള്ള ചികിത്സയാണ് ഇപ്പോൾ അമ്മയ്ക്ക് ആവശ്യം. അപ്പോൾ അങ്ങനെ ആണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോൾ ഡോക്ടറില്ല, 2 നേഴ്സുമാർ മാത്രമുണ്ട്. ഡോക്ടറെ വിളിച്ച് എന്നാ പറയുന്നു? ഡോക്ടറെ വിളിച്ചിട്ട് ഡോക്ടർ തിങ്കളാഴ്ച വരാനാണ് പറഞ്ഞത്. തിങ്കളാഴ്ച വരെ ഇവിടെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ കുത്തിയിരിക്കുന്ന പോലെ ഈ അമ്മേനായിട്ട് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല. അപ്പോൾ അമ്മയ്ക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ നിലവിലില്ല. ഇപ്പോൾ കാലിൻ്റെ ഒരു പ്രശ്നമാണുള്ളത്. പലരെയും ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോഴും പോരെ, അതിനുള്ള ഏർപ്പാട് ചെയ്തു തരാം എന്നും പറഞ്ഞിരുന്നു. വീടിന് സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിലെ പാലിയേറ്റീവ് വിഭാഗത്തിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകുക മാത്രമാണ് പരിഹാരമെന്ന് പറഞ്ഞതനുസരിച്ച് ശനിയാഴ്ച വൈകിട്ട് മേരിക്കുട്ടി സെബാസ്റ്റ്യന്റെ ബന്ധുക്കൾ കഞ്ഞിക്കുഴി സാമൂഹ്യ ആരോഗ്യ കേന്ദ്രത്തിൽ എത്തിച്ചു. എന്നാൽ മെഡിക്കൽ ഓഫീസറോ മറ്റു ഡോക്ടർമാരോ ഉണ്ടായിരുന്നില്ല. സ്ഥലത്തെത്തിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ബിനോയ് വർക്കി മെഡിക്കൽ ഓഫീസറുമായി സംസാരിച്ചെങ്കിലും തിങ്കളാഴ്ച മാത്രമേ അഡ്മിറ്റ് ചെയ്യാൻ കഴിയൂ എന്നാണ് അറിയിച്ചത്. ഇന്ന് വൈകുന്നേരം കളമശ്ശേരിയിൽ നിന്ന് രോഗിയെ ആംബുലൻസിൽ കയറ്റിയപ്പോൾ ഞാൻ DMOയെ വിളിച്ചു. സാർ, ഞാൻ അങ്ങോട്ട് വരികയാണ്, CHSയിൽ കഞ്ഞിക്കുഴിയിൽ ആ രോഗിയെ അഡ്മിറ്റ് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ധൈര്യമായിട്ടും പോരെ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വന്നപ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് നിയമിച്ച ഡോക്ടറുമില്ല, മെഡിക്കൽ ഓഫീസറുമില്ല, 2 നേഴ്സുമാർ മാത്രമാണ് ഇരിക്കുന്നത്. അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്കിന് ഒരു വിലയുമില്ലാത്ത അവസ്ഥയിലായി മാറിയിരിക്കുകയാണ്. ഇവിടെ തന്നെ ഇരിക്കുക, അതായത് വേറെ ഒരിടത്തേക്കും കൊണ്ടുപോകാൻ പറ്റില്ല. അതായത് പൈനാവ് മെഡിക്കൽ കോളേജും അതുപോലെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജും കളമശ്ശേരിയും രോഗിയെ ഇനി CHC കൊണ്ട് ആ മുറിവൊക്കെ ഒന്ന് പരിചരിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. മണിക്കൂറുകൾ നീണ്ട സമ്മർദ്ദങ്ങൾക്കൊടുവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ രോഗിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സാമൂഹ്യാരോഗ്യ കേന്ദ്രമായിട്ടും ഒരു ഡോക്ടർ പോലും ആശുപത്രിയിലില്ല. 7-ാം തീയതി ഡോക്ടർമാരുടെ ഇൻ്റർവ്യൂ നടത്തുകയും അതിൽ നിന്ന് ഡോക്ടറെ സെലക്ട് ചെയ്യുകയും 14-ാം തീയതി കൂടിയ അടിയന്തര കമ്മിറ്റിയിൽ ഡോക്ടറുടെ നിയമനവും നടത്തി ഇവിടുത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഫണ്ടിൽ നിന്നും 5 ലക്ഷം രൂപയുടെ ഒരു പ്രോജക്റ്റ് വച്ച ആണ് ഈ ഡോക്ടർമാർക്ക് ശമ്പളവും അതുപോലെയുള്ള സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. സ്വകാര്യ ആശുപത്രികളെ സഹായിക്കാൻ ആരോഗ്യവകുപ്പ് അധികൃതർ കഞ്ഞിക്കുഴി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനം അട്ടിമറിക്കുകയാണെന്ന് മുൻപും ആക്ഷേപമുയർന്നിരുന്നു. ന്യൂസ് 18 കഞ്ഞിക്കുഴി.